വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബലൂചിസ്ഥാന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ബലൂചിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം നടന്നു. അതിനുശേഷം അവർ തന്നെ ഞങ്ങൾ സ്വതന്ത്രരായി എന്ന് പ്രഖ്യാപിച്ചു. ബലൂചിസ്ഥാൻ ഇപ്പോൾ ക്വറ്റ അവരുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇന്നലെ കൊടുത്തൊരു വാർത്തയുണ്ട്. അതായത് പാക് പട്ടാളക്കാർക്ക് ബലൂചിസ്ഥാനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. കാരണം ആക്രമണം ഇവർ അതിർത്തികളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യ ഒരു തിരിച്ചടി വലിയ രീതിയിൽ പാകിസ്ഥാന് കൊടുത്തപ്പോൾ പല ആൾക്കാരും വിചാരിച്ച ഒരു കാര്യമുണ്ട്. അതായത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും, അതിന് ഇന്ത്യ സഹായിക്കും എന്നാണ് പല ആൾക്കാരും വിചാരിച്ചത്. എന്നാൽ അങ്ങനെ നടന്നില്ല. ബലൂചിസ്ഥാന് ഇന്ത്യ ആയുധങ്ങളും സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇന്ത്യ പാക് മണ്ണിൽ തീവ്രവാദം വളർത്തുകയാണ്. കാരണം ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനെ വിഘടിപ്പിക്കാൻ നിൽക്കുന്ന തീവ്രവാദികളാണ്, വിഘടനവാദികളാണ് ബലൂചിസ്ഥാൻ എന്നാണ് പാക് ഭരണകൂടം പുറത്തു കൊണ്ടുവരുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോ ദക്ഷിണേന്ത്യയും നമ്മുടെ നോർത്തേൺ ഇന്ത്യയും, ഇപ്പൊ ദക്ഷിണേന്ത്യ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ പ്രക്ഷോഭം തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കാർ അവിടെ അടിച്ചമർത്തും. വലിയ രീതിയിൽ അവർക്ക് കേസെടുക്കും. അവരെ ചിലപ്പോൾ കൊന്നൊടുക്കാനും മടിച്ചേക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ നിലവിൽ പാകിസ്ഥാന്റെ പ്രദേശമായിട്ടാണ് നിൽക്കുകയാണ്. അപ്പോൾ ആ 40% വരുന്ന പാകിസ്ഥാന്റെ പ്രദേശം ഞങ്ങൾക്ക് വേണം, അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അത് സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞ് ബലൂച്ചുകൾ വലിയ രീതിയിൽ സമരം ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നറേറ്റീവ് കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ഈ ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും കാര്യം പറഞ്ഞതുപോലെ അല്ല പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോൾ തന്നെ ബലൂചിസ്ഥാൻ ഞങ്ങൾക്കും സ്വതന്ത്രമാകണം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾ ഇവരുടെ കൂടെ കൂടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയുള്ള പാക് സർക്കാരും മതമൗലികവാദികളും ശക്തമായിട്ട് ബലൂചിസ്ഥാൻ എപ്പോഴും ഫോഴ്സ്ഫുള്ളി അവരുടെ കൂടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ബലൂചിസ്ഥാൻ ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിക്കൊള്ളട്ടെ എന്ന്. അപ്പൊ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി നെഹ്റു ചെയ്തിട്ടുണ്ട്. പാക് അധീന കശ്മീർ എടുത്ത് പാകിസ്ഥാന് കൊടുക്കുക, അത് UN കൊണ്ടുവയ്ക്കുക, അക്സായ് ചിഹ്നെടുത്ത് ചൈനയ്ക്ക് കൊടുക്കുക, അങ്ങനെ വളരെ വളരെ നല്ല കാര്യങ്ങൾ നമ്മുടെ നവയുഗ ശില്പിയായിട്ടുള്ള നെഹ്റു ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ബലൂചിസ്ഥാന്റെ പോരാട്ടത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് അവരെ തീവ്രവാദികളാണ്, ഇന്ത്യയാണ് അവർക്ക് ഈ തീവ്രവാദത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഗ്ലോബൽ ടെററിസത്തിന്റെ ഹബ്ബ് ഇന്ത്യയാണ്, ഇന്ത്യയിൽ നിന്നാണ് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരുടെയും പണയ വസ്തുവല്ല, ഞങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞങ്ങളൊന്നും തന്നെ ആരുടെയും ചെലവിലല്ല കഴിയുന്നത് എന്ന് ബലൂചിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അടക്കം ബലൂചിസ്ഥാന്റെ, അതായത് ഈ പാകിസ്ഥാൻ പറയുന്ന ആരോപണം തള്ളിക്കളഞ്ഞു. ഞങ്ങളും ബലൂചിസ്ഥാൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിനകത്ത്, ബിജുചേട്ടൻ അറിയാലോ, ഏറ്റവും കൂടുതൽ ഈ ബലൂചിസ്ഥാനികളെ ഓർത്ത് തേങ്ങുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് അവർ പറയുകയാണ്, ഇന്ത്യ ഈ തിരിച്ചടി, അതായത് ഈ യുദ്ധം എന്നാണ് അവർ ഉദ്ദേശഭാഗം, പക്ഷെ യുദ്ധമല്ല, ഒരു ഏറ്റുമുട്ടലാണ്. ആ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ട ബലൂചിസ്ഥാനികൾ എന്ത് ചെയ്യും? ബലൂചിസ്ഥാനികൾക്ക് ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ബലൂചിസ്ഥാനികൾക്ക് ഇന്ത്യ ആയുധവും പണവും കൊടുത്ത് ബലൂചിസ്ഥാനികളെ പാകിസ്ഥാനെതിരെ തിരിച്ചുവിടുമ്പോൾ ഇന്ത്യ ഒരു സൈഡിൽ നിന്ന് അടിക്കുമെന്നല്ലേ ബലൂചിസ്ഥാനികൾ കരുതുന്നത് എന്നൊരു വിവാദ പ്രസ്താവന ഇറക്കി ഒരുത്തൻ ഇപ്പൊ ജാമ്യത്തിനായി തലങ്കും വിലങ്ങും കുറ്റിയും പറിച്ച് ചേർന്ന് ഓടുന്നുണ്ട്. അതും ഒരു പോയിന്റാണ്. ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മൾ ഇൻഡസ് വാലി ട്രീറ്റി നിർത്തി, പാകിസ്ഥാനിൽ വലിയ ജലത്തിന് പ്രതിസന്ധി ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിക്ക് കുറുകെ നമ്മളൊരു ഡാം പണിയാൻ പോവുകയാണ്. നമ്മൾ ഡാം പണിയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ചില നിരീക്ഷകരൊക്കെ പറയുന്നത് ഇത് ബലൂചിസ്ഥാന് വളരെയധികം സഹായകരമാകും എന്നുള്ളതാണ്. അതൊന്നും നമുക്കറിയില്ല. നമ്മൾ അവിടെ ഒരു ഡാം പണിയണം, അത് നമ്മുടെ നയതന്ത്രമായിട്ടുള്ള വിഷയത്തിലുള്ള കാര്യമാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നു അത് ബലൂചിസ്ഥാന് വളരെയധികം സഹായകരമാകും, ബലൂച്ചുകളെ അത് അന്തർധാരയിലൂടെ സഹായിക്കും എന്നൊക്കെ പല ആൾക്കാരും ആരോപണം ഉന്നയിക്കുന്നു. എന്താണ് ഇതിന്റെ വസ്തുത? ഒന്ന്, ഈ ബലൂചിസ്ഥാനെ ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നു, അവർക്ക് എല്ലാം കൊടുക്കുന്നു എന്ന് പറയുന്നവര് ബലൂചിസ്ഥാനിലെ ആ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം ശരിക്കും മനസ്സിലാക്കാതാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബലൂചിസ്ഥാനിൽ അവരുടെ സമരം തുടങ്ങുന്നില്ലെങ്കിൽ, അവരുടെ സ്ട്രൈക്ക് തുടങ്ങുന്നില്ലെങ്കിൽ, പ്രക്ഷോഭം തുടങ്ങുന്ന ഇന്നും ഇന്നലെ ഒന്നുമല്ല. അത് 1948 തുടങ്ങിയിട്ടുള്ളതാണ്. 48 മുതലേ ഉണ്ട്. അതായത് നമ്മുടെ രാജ്യം പിറവി കൊള്ളുമ്പോഴും പാകിസ്ഥാൻ പിറവി കൊള്ളുമ്പോഴും അന്ന് മുതലേ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവർ ഇതിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. ഈ ബലൂചിസ്ഥാനികളുടെ സ്ഥാപകൻ, അല്ലെങ്കിൽ നാഷണൽ ഓഫ് ഫാദർ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ പാകിസ്ഥാൻ കൊലപ്പെടുത്തിയാണ്. അതിൽ തന്നെ വലിയ പ്രതിഷേധം കൊണ്ടിട്ടുണ്ട്. അന്ന് തന്നെ ഒരുപാട് കൊലപാതകം നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അവരുടെ പോരാട്ടം. അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പോ ഇന്ത്യൻ സൈന്യത്തിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ
എന്താ വെടിക്കോപ്പുകളുടെ ഒന്നും സഹായം അവർക്ക് വേണ്ട, അതിന്റെ ആവശ്യവും അവർക്കില്ല. കാരണം അവർക്ക് അതിന് പോരാട്ട വീര്യമുള്ളവരാണ്. അവർ പോരാടി തന്നെയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ അവർക്ക് തുരത്തി ഓടിക്കാൻ പറ്റുന്നത്? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവരുടെ ഒരൊറ്റ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങളെ ഒന്ന് അംഗീകരിക്കണം, ഞങ്ങൾക്ക് സഹായങ്ങൾ കാരണം ഞങ്ങൾ ഒരുപാട് തകർന്നു കിടക്കുന്ന ഒരു ജനതയാണ്, ഞങ്ങളുടെ പട്ടിണി മാറ്റാൻ ഇന്ത്യ സഹായിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ മുമ്പോട്ട് വെച്ചത്. ഇന്ത്യക്ക് അതേ ചെയ്യാനും കഴിയും. അതല്ലാതെ വേറൊരു രാജ്യത്ത് നടക്കുന്ന അഭ്യന്തര കലാപത്തിൽ ഇന്ത്യക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് കൊണ്ടുവന്ന് ആയുധം കൊടുക്കാനോ പണം കൊടുക്കാനോ കഴിയുന്നതല്ല. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു വലിയ മനസ്സ്, നമ്മുടെ രാജ്യത്തിന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ദുരിതം അനുഭവിക്കുന്ന ജനമുണ്ടോ അവിടെ നമ്മൾ, സോമാലിയയിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടിയുള്ള മരുന്നും നമ്മുടെ ഡോക്ടേഴ്സിനെയും മറ്റുമൊക്കെ നമ്മൾ അവിടെ വിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ആർമിയുടെ തന്നെ നമ്മുടെ ഒരു മെഡിക്കൽ കോർ തന്നെ, ഒരു മെഡിക്കൽ വിങ് തന്നെ, ഒന്നോ രണ്ടോ മെഡിക്കൽ വിങ് തന്നെയാണ് ഇത് കണക്ക് ഭീകരവാദികൾ തകർത്തെറിഞ്ഞ ഇടങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലൊന്നും ഞങ്ങൾക്കും വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല. ഇവിടെ ഈ ബലൂചിസ്ഥാനികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തപ്പോൾ അത് അവർക്ക് കുറച്ചുകൂടി ബലം പകരുന്നതായിരുന്നു എന്ന് കരുതി ബലൂചിസ്ഥാനെ മോചിപ്പിക്കുകയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ ബലൂചിസ്ഥാനെ മോചിപ്പിക്കണമെങ്കിൽ നമ്മൾ എവിടൊക്കെ മോചിപ്പിക്കേണ്ടി വരും? ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, അവിടെ ഇപ്പോൾ ഒരു പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് സ്വതന്ത്രമാകണമെന്ന് പറഞ്ഞു. അവരെ നമ്മൾ മോചിപ്പിക്കണം. നമ്മൾ ഈ മോചിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരല്ലല്ലോ. എങ്ങും നമ്മൾ മോചിപ്പിക്കാൻ നടക്കാം. ഒരു രാജ്യം അതിനുവേണ്ടി ശ്രമിക്കാറുമില്ല. നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വലുത്. അപ്പൊ നമുക്ക് അവരോട് നമുക്ക് നമുക്കൊരു ഐക്യദാർഢ്യം ഉണ്ടാകും. അവരിങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ എന്ന് തോന്നുമായിരിക്കാം. പക്ഷെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് നമ്മളത് പറയുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ ഒഫീഷ്യലായിട്ട് അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അത് UN-ലടക്കം ഇന്ത്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന്, അത് നമ്മളിപ്പോ എല്ലായിടവും പറയും. പാക് അധിനിവേശ കാശ്മീരിൽ എന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭ കയറിക്കഴിഞ്ഞ ഉടനെ പറയുന്നത്. അവർക്ക് കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് ഇന്ത്യ പറയാറുണ്ട്, നിങ്ങളുടെ ബലൂചിസ്ഥാനിൽ ആദ്യം നിങ്ങൾ ശരിയാക്കൂ നിങ്ങളുടെ രാജ്യത്തെ കാര്യം, ഞങ്ങളുടെ രാജ്യത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാറുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആംഗിൾ നമ്മൾ കാണുന്നത് എത്രത്തോളം ശരിയാകുമെന്നറിയില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതോ ഇന്ത്യ ചെയ്യുന്ന ചില കാര്യങ്ങൾ ബലൂചിസ്ഥാന് നേട്ടമായി, ഇല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ പോരാടുന്നവർക്ക് നേട്ടമായി മാറാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം മെയ് 7 നമ്മൾ തുടങ്ങിയ അടി, ആ അടിയിൽ പാകിസ്ഥാന്റെ ആത്മവീര്യം തകർന്നു പോവുകയും അവിടെ ബലൂചിസ്ഥാനികൾക്ക് വളരെ വേഗം മുന്നേറാൻ കഴിയുകയും ചെയ്തു. അത് ആ ഒരു അടിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അതല്ലാതെ ബലൂചിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളവിടെ അടി നടത്തിയത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊന്നും കൊണ്ടല്ല നമ്മളുടെ മിസൈൽ അറ്റാക്ക് നടത്തിയത്. നമുക്ക് വേണ്ട സ്ഥലങ്ങൾ, ഭീകര കേന്ദ്രങ്ങളും മറ്റുമൊക്കെയാണ് നമ്മൾ തകർക്കുകയും ചെയ്തത്. അപ്പൊ അതിനകത്ത് കാര്യമില്ല. പക്ഷെ ഇപ്പോ വളരെ പെട്ടെന്ന് ഇന്ത്യ നടത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ദുബായ് വഴിയൊക്കെ ബാക്ക്ഡോർ ആയിരുന്നു. പിന്നീട് നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാരുമൊക്കെ നയതന്ത്രതലം ഒന്നും പറയാൻ പറ്റില്ല, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ആയിരുന്നു അവിടുത്തെ മന്ത്രിമാർ ചർച്ച നടത്തിയതെങ്കിൽ ഇപ്പോൾ അതല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ജയശങ്കർ ചരിത്രത്തിലാദ്യമായി നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ അവരുമായി സംസാരിക്കുന്നു, അവിടുത്തെ ഭരണകൂടവുമായി സംസാരിക്കുന്നു. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പഹൽഗാമിൽ കൂട്ടക്കര നടന്നപ്പോൾ ആദ്യം നമുക്ക് പിന്തുണയുമായി വന്ന ഈ ഭീകരവാദത്തെ എതിർത്ത് രംഗത്തെത്തിയ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവർ ആ സ്റ്റാൻഡ് അവസാനം വരെ ഇപ്പോഴും അവർക്ക് ആ സ്റ്റാൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഇന്ത്യ തിരിച്ചടിക്കുന്ന ആ സമയത്തൊക്കെ ഇപ്പൊ വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിലെയും ഈ ഭീകരവാദികളെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ എതിർക്കുന്നത് താലിബാനാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം. കാരണം ഈ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യ താലിബാനുമായിട്ട് കൈകോർക്കാൻ പോവുകയാണ്. നമുക്കറിയാലോ വെച്ചിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ ഇതെന്റെ ഡൗട്ട് കൂടെയാണ് കേട്ടോ. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികാരത്തിലേറിയപ്പോൾ അതിനെ ഏറ്റവും അധികം വിമർശിച്ചതാരാ? ഇവിടെയുള്ള സംഘപരിവാറുകാരല്ലേ വിമർശിച്ചത്? അവര് ഭീകരന്മാരാണ് എന്നല്ലേ പറഞ്ഞു. അപ്പോ ഈ ഭീകരതയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാൻ രംഗത്ത് വരുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാന്റെ ആവശ്യമുണ്ട്. പാകിസ്ഥാൻ സ്വന്തമാക്കണമെന്ന് അഫ്ഗാനിസ്ഥാന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ ആരടിച്ചാലും ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലല്ലേ അഫ്ഗാനിസ്ഥാൻ നമുക്ക് കൈതരുന്നത്. പിന്നെ പോരാത്തതിന് നമ്മൾ അഫ്ഗാനിസ്ഥാനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ആരും വരാതിരിക്കണമെങ്കിൽ നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ടൈപ്പ് വേണം. ആ ടൈപ്പിന് കൂടെയല്ലേ നരേന്ദ്രമോദി ആ നയതന്ത്രം പയറ്റുന്നത്. അല്ലാതെ അവർ ഭീകരതയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുകയല്ലേ. എന്റെ ഡൗട്ടാണ്. ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ലോകത്താകമാനം ഈ ഭീകരന്മാർ ഭരിക്കുന്നതും ഭീകരന്മാർ പിടിച്ചെടുത്തതുമായ അനേകം സ്ഥലങ്ങളുണ്ട്. സിറിയ ഉണ്ട്. സിറിയയിൽ ഇപ്പോഴും 3 ഭാഗങ്ങളും 3 ഭീകര ഗ്രൂപ്പുകളാണ് ഭരിക്കുന്നത്. പിന്നെ യമനുണ്ട്, നമ്മുടെ പറയുന്ന അഫ്ഗാനിസ്ഥാൻ,
അതുപോലെ തന്നെ ഈ പറയുന്ന ഇറാഖ്, അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെബനൻ, ഇതിലെല്ലാം ഭീകരന്മാർ പിടിച്ചെടുത്തതാണ്. പക്ഷെ ഭീകരന്മാർ പിടിച്ചെടുത്തിട്ട് കുറച്ചെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ച് ഒരു ഭരണം എന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഈ താലിബാൻ ഭരണകൂടമായിരുന്നു. താലിബാൻകാർ ഫൈറ്റ് ചെയ്തു. താലിബാൻകാർ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. താലിബാൻകാർ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിൽ ഏറിയതിന് ശേഷം താലിബാൻ അവിടെ ഏറാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ഒരു പിന്തുണ കുറച്ച് വിഭാഗത്തിനെങ്കിലും അവർക്ക് നേടാൻ കഴിഞ്ഞു. അതായത് അമേരിക്കൻ അധിനിവേശത്തിനെതിരെയുമൊക്കെ നടത്തിയ ഒരു പോരാട്ടമൊക്കെ അവർ അധികാരത്തിൽ ഏറിയതിനു ശേഷം അവർ ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്കെതിരെയായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം, അവരുടെ ചില നേതാക്കളാണ്, താലിബാന്റെ ചില നേതാക്കളാണ്, ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയാണ്, ഞങ്ങൾ കാശ്മീരിലേക്ക് മാർച്ച് ചെയ്യുന്നു, ഇന്ത്യ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതങ്ങ് റൂട്ട് മാറി. കാരണം അവര് ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭരണം സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇല്ല എങ്കിൽ നാളെ ഇവിടെ നിൽക്കാൻ പോലും ഒരു മണ്ണ് നമുക്ക് കാണില്ല, നമ്മുടെ മണ്ണ് തന്നെ നമുക്ക് നഷ്ടപ്പെടും. കാരണം ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനകൾക്കും എന്താ പറയുക, താവളമുള്ള ഇടമാണ് അഫ്ഗാനിസ്ഥാൻ. ISIS ഉണ്ട്, അൽ ഖ്വയ്ദയുണ്ട്, അങ്ങനെ ലോകത്ത് ചെറുതും വലുതുമായ എല്ലാ ഭീകരന്മാരും അവിടെ ഉണ്ട്. അപ്പൊ അവരോട് കൂടി പോരാടി ജീവിതകാലം മുഴുവൻ പോയാൽ അഫ്ഗാനിസ്ഥാന്റെ ഗതി പല കഷ്ണങ്ങളായി മാറും, പല പ്രവിശ്യകളായി മാറും, തകർന്നു പോകും. അപ്പൊ അവരെടുത്തൊരു സ്റ്റാൻഡ്, ഇവരെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു രാജ്യമായി അംഗീകരിക്കപ്പെടണം. നമ്മളൊരു രാജ്യമായി അംഗീകരിക്കപ്പെട്ടാലല്ലേ നമുക്ക് ആരോടെങ്കിലും സഹായം പോലും ചോദിക്കാൻ പറ്റത്തില്ല, ഇവന്മാരെ ഒന്ന് അടിച്ചൊതുക്കണം. ഇപ്പൊ നാളെ അമേരിക്കയോടാണെങ്കിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാന് ഇവിടെ ഭീകരന്മാരുണ്ടെന്ന് ഒതുക്കാൻ വരുമോ എന്ന് ചോദിക്കണമെങ്കിൽ പോലും ഇവരെ ഒരു രാജ്യമായിട്ട് മറ്റുള്ളവർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇവരൊരു രാജ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? രാജ്യമാകണമെങ്കിൽ നമ്മുടെ അന്തർദേശീയ തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ചില നിയമങ്ങൾക്ക് വിധേയമാകുകയോടെ ചെയ്യണം. എല്ലാം ഒന്നും അവർ ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, ഒരുപാട് അടിച്ചമർത്തലുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിപ്പോ പിന്നെ ഇറാനിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇറാനിൽ പിന്നെ അത്ര കഠിനമല്ല എന്നേ ഉള്ളൂ. ഹിജാബ് ഇട്ടേ പറ്റൂ, ഇട്ടില്ലെങ്കിൽ കൊന്നുകളയും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെയും ഉണ്ട്. പക്ഷെ ഇവിടെ അതിന്ന് അവർ കുറച്ചൊക്കെ ലിബറലാകാൻ ശ്രമിച്ചു. ആ ഒരു സമയത്ത് ഇവർക്ക് ഈ ഒരു കാര്യം കൂടെ ആലോചിക്കണം. നമ്മൾ 2021 താലിബാനെ നമ്മൾ അംഗീകരിച്ചിരുന്നില്ല. അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനോട്ട് നല്ല ബന്ധവുമായിരുന്നു. നമ്മളുടെ അനവധി പ്രൊജക്ടുകൾ അവിടെ നടക്കുന്നുണ്ട്. അവരുടെ പാർലമെന്റ് മന്ദിരം പോലും നമ്മൾ കെട്ടിക്കൊടുത്തതാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവർ അധികാരത്തിൽ കയറിയപ്പോൾ നമ്മൾ പറഞ്ഞു, താലിബാനുമായി നമ്മൾ അംഗീകരിക്കുന്നില്ല, താലിബാനുമായി ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ടല്ല, താലിബാൻ ഭരണകൂടവുമായി ഞങ്ങളുടെ ബന്ധം വിച്ഛേദിക്കുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഡയലോഗ് എടുത്തു പറയാൻ കാരണമുണ്ട്. ഇത് പറഞ്ഞതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ ഗോതമ്പ് ഉൾപ്പെടെ കയറ്റി അയച്ചിരുന്നു. കാരണം അവിടെ വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയപ്പോൾ ഗോതമ്പ് ഉൾപ്പെടെ കയറ്റി അയച്ചു. നമുക്കറിയാം, ഈ കോവിഡാനന്തരം മരുന്നുകളും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തിരുന്നു. അന്ന് അവിടുത്തെ ഈ താലിബാൻ നേതാക്കളൊക്കെ വളരെ പുകഴ്ത്തിയാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. കാരണം അവിടെ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ആളുകൾ ഗർഭിണികളടക്കം മരിച്ചു വീഴുമ്പോൾ അത് നോക്കി നിൽക്കാതെ സഹായവുമായിട്ട് വന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അവര് മറ്റൊന്നും നോക്കാതെ ഇവിടെ എത്തുകയും ഒപ്പം തന്നെ പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളുമായിട്ട് അവർക്കൊരു അങ്ങനെ ഒരു എതിർപ്പിന്റെ വശമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. കാരണം ഈ താലിബാൻ അധികാരം പിടിക്കുന്ന സമയത്ത് ധനുഷിന് ഇപ്പോഴും ഓർമ്മയുണ്ടാകും, ഈ വിമാനത്തിന്റെ വീലിലൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ അമേരിക്കയിലൊക്കെ പോകുന്നത്. അന്ന് നമ്മുടെ സിഖ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആ ഗുരുദ്വാരകളും, സിഖ് വിഭാഗത്തിന് അവിടെ കുറെ ആളുകളുണ്ടായിരുന്നു. ഏതാണ്ട് 6000-ഓളം സിഖ് വിഭാഗക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ സിഖ് വംശജർ നമ്മുടെ ആളുകൾ, അപ്പൊ അവരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ഒരു നീക്കം നടത്തി. ആ നീക്കത്തിന് വലിയ റെസ്പോൺസാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ടായത്. അവര് ഈ മതഗ്രന്ഥങ്ങൾ, ഈ സിഖുകാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ അവരുടെ ഈ ഗുരുദ്വാരകളിൽ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അത് അവര് ജീവനേക്കാൾ വലിയ വില കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിനെ കൊണ്ടുവന്നതും അന്നത്തെ നമ്മുടെ വ്യോമയാന മന്ത്രി എയർപോർട്ടിൽ വെച്ചത് തലയിലേറ്റ് നിൽക്കുന്നതുമായ ചിത്രവും വീഡിയോയും ഒക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. നമ്മുടെ വിമാനത്താവളത്തിൽ, നമ്മൾ അമൃത്സർ വിമാനത്താവളത്തിൽ പോയിട്ട് അദ്ദേഹം നേരെ കാരണം ഇത് താഴെ വെക്കാൻ പറ്റില്ല, ഇത് തലയിലെടുത്തിട്ട് ആണ് ഇതിനൊരു വെഞ്ചാമരം കണക്കൊരു ഇത് വീശിയൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. അത് ഉൾപ്പെടെ കൊണ്ടുവരാൻ തയ്യാറാകുകയും താലിബാൻ പറഞ്ഞത്, അപ്പൊ അത് കുറച്ചു പേര് വരാൻ തയ്യാറായില്ല അഫ്ഗാനിസ്ഥാനിൽ, ഈ സിഖ് വംശജർ, അവർ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരാണ്. അപ്പൊ താലിബാൻ പറഞ്ഞത് ഇവർക്കൊരു കുഴപ്പവും വരില്ല. പക്ഷെ അവർക്ക് നേരെ വെടിവെപ്പൊക്കെ ഉണ്ടായി. കാരണം ഈ തീവ്രവാദികൾക്കൊരു പ്രശ്നമുണ്ട്, ഇവരൊരു ഏകീകൃത രീതിയിലല്ലല്ലോ, ഇവർ പല പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ അന്ന് താലിബാൻ പറഞ്ഞു ഇവർക്കൊരു കുഴപ്പവും വരില്ല, ഇവരുടെ കാര്യം നമ്മൾ നോക്കാം, ഇനിയിപ്പോൾ അവർക്ക് പോകണമെന്നാണ് താല്പര്യമെങ്കിൽ ഞങ്ങൾ വിടാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ അവരുടെ അന്നത്തെ ഒരു കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു നേതാവിന്റെ കീഴിലല്ല. ഇപ്പൊ നമ്മുടെ ഒരു രാജ്യം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ കീഴിലാണ് പോകുന്നതെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന്റെ കീഴിൽ ഇതിനകത്ത് അനവധി ഗ്രൂപ്പുകളുണ്ട്. ഓരോ പ്രവിശ്യക്കും ഓരോ കമാൻഡർമാർ നേതാക്കൾ. അപ്പൊ അങ്ങനത്തെ അത്തരത്തിലുള്ള ഏതൊക്കെയോ നേതാക്കന്മാരാണ് ഇന്ത്യക്കെതിരെ പോർവിളിയൊക്കെ നടത്തിയത്. അതിന്റെ പിന്നിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ ഒരുപാട് സന്തോഷിച്ചു ഇത് കണ്ട് താലിബാൻ പിടിച്ചു കഴിയുമ്പോൾ നമ്മളും താലിബാൻ രണ്ടെണ്ണമായി, ഇനിയിപ്പോ നമുക്ക് ഒന്നിച്ച് ഇന്ത്യയെ എതിർക്കാമെന്നൊക്കെ. പക്ഷെ താലിബാൻ കുറച്ചുകൂടെ ഒക്കെ അവിടെ പിടിമുറുക്കുകയും അവിടെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് അവർ വളരെ കാലമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു 3-4 മാസം മുമ്പായിരുന്നു അവിടുത്തെ അന്ന് ആദ്യമായിട്ടൊരു താലിബാൻകാരൻ ഇന്ത്യ വരുന്നത്. ഒരു 3 മാസം മുമ്പാണ് ഒഫീഷ്യലായിട്ട് വരുന്നത്. അവരുടെ ഒരു കോൺസുലേറ്റ് ഉണ്ട് ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ. അവിടേക്ക് താലിബാൻ മന്ത്രിസഭയിലെ ഒരു നോമിനി, അവരുടെ ഒരു നോമിനി ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ വരികയും ആ ഉദ്യോഗസ്ഥനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയും നമ്മളാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആര് വരണം, ആരൊക്കെ ജോലി ചെയ്യണം, അവർക്കാണ് തീരുമാനിക്കുമെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ പെർമിഷൻ കൊടുത്തൊരു ഉദ്യോഗസ്ഥനോട് അന്നേ നമുക്കറിയാമായിരുന്നു, അന്ന് നമ്മളിത് ചർച്ച ചെയ്തതുമാണ് ആ ഉദ്യോഗസ്ഥൻ വന്ന കാര്യം. അപ്പോഴേ നമുക്കറിയാമായിരുന്നു ഒരു മഞ്ഞുരുകലാണ് കാര്യം. അതിനുശേഷം അഫ്ഗാനിസ്ഥാന്റെ വലിയ പ്രതീക്ഷ ഇന്ത്യയിൽ തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രൊജക്ട് 2021 വരെ ചെയ്തിരുന്നു. അത് പലതും മുടങ്ങിക്കിടക്കുകയാണ്. അതില് ഒന്നാമത്തെ ഒരു കാര്യമാണ് അവിടുത്തെ ജലസേചന സൗകര്യങ്ങൾ. അതായത് അവിടുത്തെ കുടിവെള്ള പദ്ധതി, ശുദ്ധജലം അവിടുത്തെ ജനങ്ങൾക്ക് എത്തിക്കാൻ ഒരു വലിയ പ്രൊജക്ട് ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അടുത്ത് ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇറാനിൽ നമുക്ക് ചബ്ബാർ തുറമുഖം വരുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് താലിബാനാണ്. ആ താലിബാൻ അടിച്ചൊരു ഡയലോഗ് ഉണ്ട്, ഇന്ത്യ എത്രയും പെട്ടെന്ന് ചബ്ബാർ തുറമുഖത്തിന്റെ പണി നടക്കണം. കാരണം ചബ്ബാർ തുറമുഖം വരുന്നത് അഫ്ഗാനിസ്ഥാനും ഗുണം വരുന്ന കാര്യമാണ് ട്രേഡിങ്ങിന്. കാരണം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് വേറൊരു പോർട്ട് ഇല്ല അവർക്ക്. അപ്പം അവിടെ ഇന്ത്യ വന്ന് അവിടെ അവരുടെ തുറമുഖം ഫംഗ്ഷൻ ആക്കാൻ പോകുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം, നിങ്ങൾക്ക് ഇനി എന്ത് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് താലിബാൻ പറഞ്ഞത്. കാരണം അവർക്ക് മനസ്സിലായി, കാരണം തീവ്രവാദം കൊണ്ടിരുന്ന വയറ്റിൽ പോകില്ല, വയറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ അവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചബ്ബാർ തുറമുഖം അത് ഇറാനും അഫ്ഗാനിസ്ഥാനും ഒറ്റ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത് അത് തീർക്കാൻ വേണ്ടിയിട്ട്. അതൊരു കാര്യം. അതുപോലെ തന്നെ അവിടെ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യ പരിഹരിക്കാൻ തീരുമാനമായിരിക്കുന്നത്. അതായത് 2021 നമ്മൾ നിർത്തിവെച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് ഈ കാബൂൾ നദിക്ക് കുറുകെ നമ്മളൊരു ഡാം കെട്ടുന്നുണ്ട്, അഫ്ഗാനിസ്ഥാന്റെയാണ്. ആ ഡാമിന്റെ പേര് ലാലന്തൻ ഷക്തൂർ ഡാം എന്നാണ്. ലാലന്തൻ ഷക്തൂർ ഡാം എന്നാണ്. ഈ ഡാം ശരിക്കും പറഞ്ഞാൽ 2012 അന്ന് ഈ താലിബാനൊന്നുമില്ല, 2012 അഫ്ഗാനിസ്ഥാനും ഇറാനും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടു, ഈ പറയുന്ന ലാലന്തൻ ഷക്തൂർ ഡാം പണിയാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് ആ പ്രൊജക്ട് നടന്നില്ല. അതിനുശേഷം ഇന്ത്യയുമായിട്ടൊരു കരാർ ഒപ്പിട്ടിരുന്നു. ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ടതിന്റെ അടുത്ത് തന്നെയാണ് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു, ആ പദ്ധതി ഡ്രോപ്പ് ചെയ്തില്ല, സ്റ്റോപ്പ് ചെയ്തു, തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തി. കാരണം ഈ ഇപ്പൊ പുതിയ ഭരണകൂടമാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ സ്വഭാവം അറിയാതെ എങ്ങനെയാണ് അവിടെ കൊണ്ട് പണം, കാരണം ഇന്ത്യയാണ് അതിന്റെ പണം മുഴുവൻ മുടക്കുന്നത്. 239 മില്യൺ ആണ് നമ്മൾ മുടക്കുന്നത്. അപ്പൊ നമുക്കെന്താ അതിന്റെ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പദ്ധതി ഒരു കുടിവെള്ള പദ്ധതി, ഒരു മൾബറി ഡാമാണ് അവിടെ പണിയുന്നത്. അതായത് കാബൂളും പരിസരങ്ങളിലുമുള്ള 2.5 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ പറ്റും. ഏതാണ്ട് 10,000-ലേറെ ഹെക്ടർ സ്ഥലത്തേക്ക് കൃഷി ആവശ്യത്തിന് വെള്ളം എത്തിക്കാൻ കഴിയും. അപ്പം ഒരു വർഷം $2 മില്യൺ വെച്ച് ഡാമിന്റെ നടത്തിപ്പുകാർക്ക് കിട്ടും, അതായത് ഇന്ത്യക്ക് കിട്ടും. ഇന്ത്യ അത്രയും മുടക്കി കഴിഞ്ഞു. അപ്പൊ ഈ 2 മില്യൺ കിട്ടുമ്പോൾ 239 കോടിയല്ലേ നമ്മൾ മുടക്കുന്നത്, അത് തീരണമെങ്കിൽ എത്ര വർഷം എടുക്കും? അപ്പം അത്രയും വർഷത്തേക്കുള്ളൊരു കരാറായിരിക്കും കുറഞ്ഞ പക്ഷം വെക്കേണ്ടി വരിക. അതായത് ഒരു 100 വർഷത്തെ കരാർ ഈ ഡാമുമായി ഇന്ത്യക്ക് വെച്ചേ പറ്റൂ. കാരണം നമുക്ക് നമ്മുടെ പൈസ ഊരി എടുക്കണമല്ലോ, അതാണല്ലോ നിയമം, അങ്ങനെയാണല്ലോ. നമ്മുടെ നാഷണൽ ഹൈവേ വരുന്നുണ്ട്, അത് പിന്നെ ടോളുകൾ വെക്കുന്നുണ്ട്. ആ ടോളുകൾ ഇത്ര വർഷത്തേക്കാണ് വെക്കുന്നത്. കാരണം അതിന് പണം മുടക്കിയിരിക്കുന്നവർക്ക് ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഇത്ര വർഷത്തേക്ക് ടോൾ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഡാം പണിയുന്നു, നമ്മുടെ പൈസ മുടക്കുന്നു, നമ്മുടെ സാങ്കേതിക വിദ്യ മുടക്കുന്നു, നമ്മൾ അവർക്ക് കുടിവെള്ളം എത്തിക്കുന്നു, ശുദ്ധജലം എത്തിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പണം 2 ലക്ഷം ആണ്. അതായത് 2 മില്യൺ ആണ് നമുക്ക്, 2 ലക്ഷമല്ലല്ലോ, 2 മില്യൺ ആണ് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞത് ഒരു 99 വർഷത്തേക്ക് 100 വർഷത്തേക്കോ ഉള്ള ഒരു കരാറായിരിക്കും. പക്ഷേ ഈ കരാറിന്റെ കാലയളവ് അതിലും താഴെയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 2 മില്യൺ എന്ന് നമ്മളൊരു ഒരു കണക്ക് പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് 3-4 ഒക്കെ ആയി ഭാവി മാറിയേക്കാം. അങ്ങനെ വരുമ്പോഴേക്കും ഇതിന്റെ ഒരു കാലയളവും കുറഞ്ഞു വരുമല്ലോ. ഈ ലോൺ അടയ്ക്കുന്നതാണ് കാണല്ലോ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് റിലീസായി കിട്ടുന്നത്. അപ്പൊ അതാണ് അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഡാം വന്ന ഒരു വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ നദി ഉത്ഭവിക്കുന്നത് തന്നെ ഈ ഹിന്ദുക്കുഷ് എന്ന് പറയുന്ന മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിന്ദുക്കുഷിൽ നിന്ന് ഉത്ഭവിച്ച് കാബൂൾ വഴി ഇത് നേരെ വന്ന് പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ മേഖലയിലേക്കാണ്. അതായത് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, അതായത് കിഴക്ക് സിന്ധു നദീ ജലം നമുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പഞ്ചാബ് സിന്ധു മേഖലയിലാണ് കുടിവെള്ളം ഇല്ലാതിരിക്കുന്നത്, കൃഷിക്ക് വെള്ളം കിട്ടാതിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാനാണ്.
അപ്പൊ ഈ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളം വരുന്നത് കൂടുതലും ഈ ഹിന്ദുക്കുഷിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാബൂൾ നദി വഴിയാണ്. അപ്പൊ ഇവിടെ ഒരു ഡാം കെട്ടുകയാണെങ്കിൽ ഭാവിയിൽ, അങ്ങനെ ഇന്ത്യ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, ഭാവിയിൽ ഇന്ത്യ അവിടെ ബ്ലോക്ക് ചെയ്താൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖല വരൾച്ചയിലായി പോകും. ഇതുകൊണ്ട് ബലൂചിസ്ഥാന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്. കാരണം ഇത് പോകുന്നത് ഖൈബർ പക്തൂൺ മേഖലകളിലും കൂടെയാണ്, ബലൂചിസ്ഥാന്റെ മേഖലയിലേക്ക് തിരിച്ചുവിടാനും കഴിയും. അപ്പൊ അവിടെ ഈ കർഷകർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അവർക്കും ശുദ്ധജലത്തിന്റെ പ്രൊജക്റ്റുകൾ വേണമെങ്കിൽ നടപ്പാക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ പാകിസ്ഥാനുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സംഘർഷം വെച്ചിട്ട് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നറിയില്ല. ഇനി ഭാവിയിൽ നാളെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായാൽ അവർക്ക് ആദ്യം ലഭിക്കാൻ പോകുന്നത് ശുദ്ധജലവും അവർക്ക് കൃഷിക്ക് ആവശ്യമായ, ഒരു രാജ്യത്തിന് അടിസ്ഥാനപരമായി വേണ്ടത് വെള്ളവും പാർപ്പിടവും വൈദ്യുതിയും ഒക്കെ തന്നെയാണ്. അതിലെ കുടിവെള്ളം വളരെ ഭംഗിയായിട്ട് കിട്ടും. കാരണം അന്ന് നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനായിട്ട് നമ്മൾ എന്തായാലും ഇപ്പൊ ടേംസ് തുടരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ വരുമ്പോൾ, അപ്പം ഇവർ നാളെ ഒരു കാലത്ത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അവർക്ക് അതായത് അവരുടെ ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചറായ കുടിവെള്ളമാണല്ലോ. അഫ്ഗാനിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കുടിവെള്ളത്തിനാണ്. അവിടെ ഇപ്പോൾ ഇന്ത്യ അതിന്റെ പണി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയെ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ജൽജീവൻ പദ്ധതി ഉണ്ടല്ലോ, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ, അതിന്റെ ഒരു വിജയം കണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ അവിടുത്തെ കുടിവെള്ളത്തിന്റെ ഇഷ്യൂസ് പരിഹരിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ പ്രൊജക്ടിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ കമ്പനികളെയാണ് ഇപ്പൊ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു, ഈ താലിബാൻകാര് നേതാക്കൾ തന്നെ, ഇവിടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കണം, വെള്ളം. അപ്പൊ അതിന്റെ പണി നമ്മൾ നടക്കും. അപ്പം ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുകയാണെങ്കിൽ അതിന്റെ ഒരു വലിയ ഗുണഭോക്താവായി ബലൂചിസ്ഥാൻ മാറും, ഖൈബർ പക്തൂൺ മേഖല മാറും എന്നുള്ള കാര്യത്തിൽ ഉണ്ടാവട്ടെ. ഇനി നമ്മളുമായിട്ട് ഇവരെല്ലാം ഉടക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതായത് ഭാവിയിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ വെള്ളമാണ്. പണ്ടാരോ ആരാണെന്ന് ഞാൻ അറിയില്ല, ഏതോ ഒരു മഹാനാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഭാവിയിലെ യുദ്ധം ജലത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതിന് തുടക്കം കുറിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പഞ്ചാബും സിന്ധും അടങ്ങുന്ന നമ്മുടെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ളം മുട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡാം, ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ പോകുന്നത്. 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തിനകം സംഭവിക്കാൻ പോകുന്ന അവരുടെ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളം കൂടിയും മുട്ടിക്കുകയാണ്. പൊറുതിമുട്ടിപ്പോവും പാകിസ്ഥാൻ. അങ്ങനെ 2-3 ഓപ്ഷൻസ് ആണ് ഇതിൽ നിൽക്കുന്നത്. അത് ഒരു കാര്യം. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ ഗോത്രവർഗ്ഗങ്ങൾ, ഇറാനിലെ ഗോത്രവർഗ്ഗങ്ങൾ, ബലൂചിസ്ഥാനിലെ ചില ഗോത്രവർഗ്ഗങ്ങളുമായി അവർക്ക് റിലേഷൻസ് ഉള്ളതാണ്, അവർക്ക് ബന്ധങ്ങളുള്ളതാണ്, അവരുടെ ആളുകൾ തന്നെയാണ് ഇതെന്ന് അവർ രണ്ടു കൂട്ടരും പറയുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഖൈബർ പക്തൂൺ മേഖലയിൽ അവരല്ല, തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് അവിടുത്തെ ഒരു കൺട്രോൾ നിൽക്കുന്നത്. അവർക്കും ഇപ്പോൾ അവരുടെ ലക്ഷ്യം തെഹ്രിക്കെ താലിബാൻ കൈവശം വെക്കുക എന്നല്ല, അത് ഒരു ചെറിയ പ്രദേശമാണ്. ഖൈബർ പക്തൂൺ മേഖല കൈവശം വെക്കുക എന്നുള്ളതല്ല തെഹ്രിക്കെ താലിബാന്റെ സ്വപ്നം. അവരുടെ സ്വപ്നം പാകിസ്ഥാൻ ഭരിക്കുക എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ സഹോദരങ്ങളായ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നു, ഞങ്ങൾ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ ഭരിക്കുന്നു. ഇതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവർക്ക് ഈ ചെറിയ സ്ഥലം കൊണ്ടും തൃപ്തിപ്പെടാൻ താല്പര്യപ്പെടുന്നത്, അത് ബലൂചിസ്ഥാനികൾക്ക് തന്നെ ഇത് കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പൊ അവർ തമ്പടിച്ചിരിക്കുന്നത് ഈ ഖൈബർ പക്തൂൺ മേഖലയിലാണെങ്കിൽ പോലും അത് ഒരു അഫ്ഗാന്റെ പിന്തുണയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ്, ഭീകര സംഘടന തന്നെയാണ്. ഭീകര സംഘടനയായിട്ട് കണ്ട് പാകിസ്ഥാൻ നിരോധിക്കുന്ന സംഘടന. ആ അഫ്ഗാനിസ്ഥാൻ പിന്തുണയ്ക്കുന്നവരവര്. അപ്പൊ അവരിവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരും കരുതുന്ന പോലെ അവർക്ക് ഖൈബർ പക്തൂൺ സ്വതന്ത്രമായി പ്രഖ്യാപിക്കണമെന്നല്ല അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഇസ്ലാമാബാദാണ്, പാകിസ്ഥാനാണ്, പാകിസ്ഥാന്റെ ഭരണം, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭരണം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നവരാണത്. പക്ഷെ അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ഡാം. ഇപ്പൊ ഇന്ത്യ ചെയ്തിരിക്കുന്ന ഈ ഒരു നീക്കം ലോകരാജ്യങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അമേരിക്കയ്ക്ക് ഒരുപക്ഷെ നാളെ അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടുമായിരിക്കും, ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ചൈനയെ പോലൊരു രാജ്യത്തിന്റെ വഴി അടയുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഈ പറയുന്ന ഗദ്ദാർ തുറമുഖമായാലും അതിനടുത്തുള്ള എയർപോർട്ടുകളായാലും ഇപ്പോൾ ഈ ചൈന ഖനനം നടത്തുന്ന ഏരിയകളും ചൈന വലിയ രീതിയിൽ പൈസ മുടക്കിയിരിക്കുന്നതൊക്കെ ബലൂചിസ്ഥാനിലാണ്, അവരുടെ പടിഞ്ഞാറൻ മേഖലയിലാണ്. ആ മേഖലയിലാണ് നമുക്ക് നല്ലൊരു കമ്പനിയെ കിട്ടുന്നത്. നമ്മൾ അവിടുത്തെ ജലത്തിന്റെ കൺട്രോൾ നമ്മളിലേക്ക് ഏറ്റെടുക്കുന്നു. ഇങ്ങനെ വരുമ്പോഴുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് ചൈനയ്ക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതായത് ചൈന എങ്ങനെയാണോ പാകിസ്ഥാനെ വെച്ചുകൊണ്ട് നമുക്കെതിരെ കളിക്കുന്ന കളി, അത് ചൈനയുടെ വഴി അടച്ചുകൊണ്ട് ഇന്ത്യ അവിടെ ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ണും പൊട്ടി പറയാൻ കഴിയും. അതായത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരെ എല്ലാവരും ചട്ടുകമാക്കി ഉപയോഗിക്കുകയാണ്. അതായത് അവർ തന്നെ പറയുന്നത് 30 വർഷമായിട്ട് യൂറോപ്യൻസ് ഞങ്ങളെ ചട്ടുകമായി ഉപയോഗിക്കുന്നു, ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്താൻ വേണ്ടി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് ആ പണി ഞങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ അവർ പറയും ചൈന ഞങ്ങളെ അതിനുവേണ്ടി യൂസ് ചെയ്തെന്നു. എല്ലാവരും യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു ചണ്ടി പരുവമായി അവർക്ക് ഇനിയിപ്പോൾ പുറത്തേക്ക് കളയുന്ന ഒരു വേസ്റ്റ് പരുവത്തിലേക്ക് അവർ നിൽക്കുന്ന ഒരു രാജ്യമായി അത് മാറും. കാരണം അത് പാകിസ്ഥാൻ ഇപ്പോഴും ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. പക്ഷെ അവർ മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതിന് കാരണം അവിടുത്തെ ഭരണാധിപന്മാർക്ക് അവിടുത്തെ ജനങ്ങളോടല്ല താല്പര്യം,
അവർക്ക് അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാൻ പട്ടാളത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുള്ളത്, സ്വകാര്യ കമ്പനികൾ. അതായത് ഇവരുടെ ഈ ആർമി വെൽഫെയർ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4-5 ട്രസ്റ്റുകൾ ഇവർ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. അവരത് പറയുന്നത് ഈ ആർമിയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയെന്നാണ് പറയുന്നത്. ധനുഷിന് അറിയാവോ, അവിടുത്തെ ഈ ഓട്സ് ഇല്ല, ഓട്സ് നമ്മൾ കുടിക്കുന്ന ഓട്സ് പോലും ഇതാണ് ഫ്യൂജി ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആർമിയുടെയാണത്. അവിടുത്തെ എല്ലാം നാരങ്ങാവെള്ളം തൊട്ട് അല്ലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ളത് അവരുടെ കമ്പനിയാണ്. 4000 കോടി ആണ് അവരുടെ ആസ്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അവിടുത്തെ സൈനിക മേധാവികൾ മുഴുവൻ ലോകത്തെമ്പാടും അവർക്ക് ഇത് ഹോട്ടലുകളും കാര്യങ്ങളുമുണ്ട്. നമ്മൾ കരുതും ഈ പണമൊക്കെ പാകിസ്ഥാനിലേക്ക് വരികയാണ്, പാകിസ്ഥാനിലെ ആർമിക്കാണ്. അല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു MP പാർലമെന്റിൽ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ എന്തും ചെയ്യാം, നാളെ നിങ്ങൾക്ക് പോയാലും വിദേശത്തൊക്കെ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ പോയി ജീവിക്കാം, ഇവിടെ ജീവിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. അപ്പൊ ഇന്ത്യ നടത്തുന്ന ഈ മൂവ്മെന്റ് വലിയൊരു മൂവ്മെന്റ് തന്നെയാണ്. ഒരുപക്ഷെ നാളുകളിൽ നമ്മുടെ വാർത്തകളിൽ ഇടം പിടിക്കാൻ പോകുന്ന മൂവ്മെന്റും ഇത് തന്നെ ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഡാം കെട്ടുന്നതിന് ആർക്കും നമ്മളെ എതിർക്കാൻ കഴിയില്ല. കാരണം ഇത് പ്രോപ്പർ അവരുടെ നടുക്ക് തന്നെയാണ്, അഫ്ഗാനിസ്ഥാന്റെ നടുക്ക് തന്നെയാണ്, അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ്. അതിൽ നമ്മളെ ആർക്കും തടയാനോ നമ്മളെ ഒരു കമന്റ് പറയാനോ കഴിയില്ല. പക്ഷെ ഇതിന്റെ ഒരു റിയാക്ഷൻ ചിലപ്പോൾ പല രാജ്യങ്ങളും ഏതൊക്കെ രീതിയിൽ പ്രകടിപ്പിക്കും എന്നുള്ളത് നമുക്ക് പിന്നീട് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ച് ട്രംപ്, ചൈന. താങ്ക് യു ബിജുട്ടാ.